ഇപ്പോൾ MLA കൃത്യമായ ഒരു സമയം വെച്ച് ഒരു തീരുമാനം ഉണ്ടാക്കാനാണ് ഉദ്ദേശം. അപ്പം ഇന്ന് പോലീസിന് ചെയ്യാവുന്നതുണ്ട്. ഇന്ന് തന്നെ ഇവിടെ മറ്റേ കൺട്രോൾ, സ്പീഡിന്റെ കൺട്രോൾ ഇതൊക്കെ വെക്കാനുള്ള ഒരു ഏർപ്പാട് ഇതിന്റെ. നാളെ അവർ SP ഉൾപ്പെടെ വിരുദ്ധന്മാരൊക്കെ അവിടെ പോയി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നുള്ള ഇപ്പോൾ ഇവിടുത്തെ ചർച്ചയൊക്കെ കഴിഞ്ഞ ശേഷം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നിർദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർദ്ദേശം വെച്ചു എന്ന് പറഞ്ഞൊരു നാളെ പ്രചരണം വരാണ്ടിരിക്കണമല്ലോ. അതുകൊണ്ടാണ് നിർദ്ദേശമൊക്കെ ചർച്ച ചെയ്ത് നടപ്പാക്കാൻ പറ്റുന്ന നിർദ്ദേശം 100% നടപ്പാക്കാൻ ഉള്ള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ ശ്രമവും ഉണ്ടാകുമെന്ന് എനിക്കത് പറയാം. അതല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഓരോ ദിവസം ചെയ്യേണ്ടത് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് സാങ്ഷൻ കിട്ടേണ്ടതാവും. അത് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലാത്ത പണികളെല്ലാം നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതൊക്കെ സമയബന്ധിതമായി പുറത്തേക്കും. കേന്ദ്രത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് കേന്ദ്രത്തിന് അഭ്യർത്ഥിക്കും. അവസാനിപ്പിക്കാനും അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിവിന് തന്നെ ഈ കലക്ടർ അവിടെ പോയാൽ ഇന്നത് ദിവസം ഇന്നത് നടക്കും, ഇന്ന ദിവസം ഇന്നത് നടക്കും എന്ന് പറഞ്ഞ് കൃത്യമായ ഒരു ഡാഷ്ബോർഡ് പോലെ തയ്യാറാക്കി തരും. പോരെ? അത് മുമ്പ് എന്തോ ഉണ്ടായിട്ടില്ല, അത്രയും ആക്സിഡന്റ് ഉണ്ടായി. ഇനി ഒരു മരണം അവിടെ നടക്കുക നമ്മുടെയൊക്കെ വീട്ടിൽ വന്നാലേ നമുക്ക് അതിന്റെ വേദന അനുഭവിക്കുള്ളൂ. ഇനി ഒരു മരണം വരാതിരിക്കാനുള്ള നടപടി ഉണ്ടാവും എന്നാണ് എനിക്കത് പറയാം. അല്ല, ആദ്യം ഇന്നിപ്പോ സ്പീഡ് നിയന്ത്രിക്കാൻ പോലീസ് വളരെ ശക്തമായിട്ട് നാളെ ഓരോ വർക്കും ചെയ്യാനുള്ളൊരു സമയം വേണമല്ലോ. നാളെ ചെയ്യേണ്ടത് എന്താണ്, മറ്റന്നാൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളൊരു തീരുമാനം ഇന്ന് മുതൽ തൊട്ട്. നാളെ ഒരു ഓഡിറ്റിംഗ് ടീം അവിടെ പോകുന്നുണ്ട്, SP ഉൾപ്പെടെ RTO. നിലവിൽ പോലീസ് ചെക്കിംഗ് കൂടെ തന്നെയാണ്. പോലീസിന്റെ പ്രസൻസ് ഉണ്ടാവും. പോലീസ് വാഹന പരിശോധന ശക്തമായിട്ട് നടക്കും. അതാണ് ആദ്യത്തെ പടി. പിന്നീട് നാളുകളിൽ ഈ പറഞ്ഞ ജോയിന്റ് അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തുന്നവരെ. അതുകാരണം നാളെ തന്നെ ഈ യോഗത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടെ പോകും. അല്ല, നമുക്ക് ആ റോഡ് ആക്സിഡന്റ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർ ശ്രദ്ധിക്കും. അത് 3 കിലോമീറ്ററിനിടയിൽ 10ഓളം പോയിന്റുകൾ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അല്ല, ഇപ്പൊ അതൊന്നും അവിടെ പരിശോധിക്കട്ടെ. നാളെ എന്തെല്ലാം വേണം എന്നുള്ളത് അവർ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂടി പോയി പരിശോധിക്കുമല്ലോ. ഇനി അവിടെ ഒരു മരണം ഉണ്ടാകാതെ, ആക്സിഡന്റ് ഉണ്ടാകാതെ കഴിക്കാനുള്ള നടപടികളൊക്കെ ആയിട്ട് അവർ നിർദ്ദേശം കൊണ്ടുവരും. അത് വന്ന ശേഷം നിങ്ങളെ കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഈ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സമയബന്ധിതമായി പൂർത്തിയാക്കും. നാഷണൽ ഹൈവേയുടെ ബന്ധപ്പെട്ടത് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവരുമായിട്ട് ചർച്ച ചെയ്തൊരു പ്രശ്നത്തിന് ഒരു അടിയന്തര നടപടി ഉണ്ടാവും. അല്ല, അതിനിപ്പത് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്കിപ്പോ നമ്മള് ടീം പോയി പരിശോധിക്കട്ടെ എവിടെയൊക്കെ പാളിച്ച വന്നു എന്നുള്ളതൊക്കെ അതുപോലെ പിന്നെ നമ്മുടെ CWD, NH തുടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ടീം ഒരു റോഡ് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. നേരത്തെ നടത്തിയ ഒരു പഠന റിപ്പോർട്ട് IIT-യുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. അപ്പോൾ അതിൽ അവർ 4 നിർദ്ദേശങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് മില്ലിങ്, റോഡിന്റെ മില്ലിങ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ചെയ്തതിനെ തുടർന്ന് അവിടെ അപകടങ്ങൾ കുറച്ച് കുറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു സമയം പോയതോറും ആ മില്ലിങ്ങിന്റെ എഫക്റ്റ് കുറഞ്ഞതുകൊണ്ട് അടിയന്തരമായിട്ട് തന്നെ വീണ്ടും മില്ലിങ് ചെയ്യണം എന്നൊരു തീരുമാനം നിർദ്ദേശമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് ചെയ്യാനും തീരുമാനം എടുത്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ, ബോർഡുകൾ വെക്കണം, സ്റ്റഡുകൾ വെക്കണം, അവിടെ ഡിവൈഡറുകൾ വെക്കണം മുതലായ നിർദ്ദേശങ്ങളൊക്കെ നേരത്തെ IIT പറഞ്ഞ നിർദ്ദേശങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അത് MVD ബോധ്യപ്പെട്ടതുമാണ്. അപ്പൊ അത് പോരായ്മയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ എടുത്ത മെഷേഴ്സിൽ പോരായ്മകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ജോയിന്റ് ഇൻസ്പെക്ഷൻ SP-യും RTO-യും PWD NH അടങ്ങുന്ന ടീം ഒരു സേഫ്റ്റി ഓഡിറ്റ് നടത്തി അടിയന്തരമായിട്ട് ചെയ്യേണ്ട മെഷേഴ്സ് എന്തൊക്കെ,
നേരത്തെ പറഞ്ഞതുപോലെ NHAയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഫണ്ട് വാങ്ങി ചെയ്യേണ്ടത് എന്തൊക്കെ എന്ന് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി അതിനനുസരിച്ചുള്ള നടപടികൾ അടിയന്തരമായിട്ട് ചെയ്യുക എന്നുള്ളത്. നമുക്ക് അവസാനിപ്പിക്കാലോ. പാലക്കാട്ടെ അപകടത്തെ തുടർന്നാണ് കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. യോഗ തീരുമാനങ്ങൾ അടക്കം ആണ് ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കം വിശദീകരിച്ചത്. അപകടം പതിവായ ഒരു ഇടം ആണ്. അവിടെ ഇനി അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്ത് നടപടികളുമായി മുന്നോട്ട് പോകണം എന്നതാണ് ചർച്ച ചെയ്തത്. അതിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കും എന്ന് അദ്ദേഹം പറയുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെ, ദേശീയപാത അതോറിറ്റിയെ അടക്കം ഈ വിവരങ്ങൾ അറിയിക്കും എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്.